ജയസൂര്യൻ സാർ, എത്രത്തോളം നമ്മുടെ സർക്കാർ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പ് പ്രശ്നങ്ങളില്ല, ഒറ്റപ്പെട്ട സംഭവമാണ് എന്നൊക്കെ ഉണ്ടായ പല ഇഷ്യൂസിനെയും അവഗണിക്കാൻ ഈ രീതിയിൽ മറുപടി നൽകിയാലും നമുക്കൊക്കെ അറിയാം. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ പ്രശ്നങ്ങളുണ്ട്. അതീവ ഗുരുതരമായ പ്രശ്നങ്ങൾ തന്നെയാണുള്ളത്. പക്ഷേ നിലവിൽ ഇത് എങ്ങനെ പരിഹരിക്കാം എന്നതിനെ പറ്റിയുള്ള മാർഗനിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ പരിഹാര മാർഗങ്ങളോ ഒക്കെ സർക്കാർ തേടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതും നമുക്കറിയില്ല. പക്ഷെ നിരന്തരം ഈ 2 മാസം കൂടുമ്പോൾ കേരളത്തിൽ ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ നിന്നും പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നു എന്നത് കേരളത്തിൽ നിത്യസംഭവമായിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ പ്രസ്താവനയോട് ജയസൂര്യൻ സാർ എത്രത്തോളം യോജിക്കുന്നു, അല്ലെങ്കിൽ ഈ വിഷയത്തെ എങ്ങനെ വിലയിരുത്തും? നീതു ഇപ്പോൾ ഉന്നയിച്ച വിഷയം കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളുടെ ഒരു തുമ്പ് മാത്രമാണ്. അതായത് ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്ന് പറയുമല്ലോ, മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. ഇതിന്റെ പിന്നിൽ വലിയ ഒരു ഡീല് നടക്കുന്നുണ്ട്. കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയും ബഹുരാഷ്ട്ര കുത്തകകളും തമ്മിൽ ഒരു വലിയ ഡീൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആയിരക്കണക്കിന് കോടി രൂപയ്ക്ക് കേരളത്തിന്റെ ആരോഗ്യ രംഗത്തെ അമേരിക്കൻ കുത്തകകൾക്ക് വിറ്റ് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമായ വസ്തുത. ഞാനിത് കേവലം ആരോപണം എന്ന നിലയിലല്ല മുന്നോട്ട് വെക്കുന്നത്. ഈ കാര്യങ്ങൾ നമുക്ക് വിത്ത് എവിഡൻസ് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഒരു കാര്യമാണ് അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള KKR ഗ്രൂപ്പ് കേരളത്തിലെ വൻകിട ആശുപത്രികളെ എല്ലാം തന്നെ മേടിച്ചു കഴിഞ്ഞു. അതായത് അമൃത ഹോസ്പിറ്റൽ ഒഴികെ, അതിപ്പോ അമൃതാനന്ദ മൈക്ക് ഇത് വിൽക്കേണ്ട കാര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. പക്ഷെ ബാക്കി നമ്മൾ നോക്കൂ, കിംസ് ഹോസ്പിറ്റലുകൾ വലിയ ഹോസ്പിറ്റലുകളാണ്. അതുപോലെ മലബാറിലെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ വലിയ ഗ്രൂപ്പാണ്. ഇവരെയൊക്കെ അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള KKR ഗ്രൂപ്പ് ആയിരക്കണക്കിന് കോടി രൂപ മുടക്കി വാങ്ങിച്ചു കഴിഞ്ഞു. ഇതുകൂടാതെ മൈത്ര എന്ന് പറഞ്ഞ കോഴിക്കോടൊക്കെ വലിയ ഹോസ്പിറ്റലാണ്, കേരളം മുഴുവനുണ്ട്. ആ ഗ്രൂപ്പിനെ ഏറ്റെടുത്തിരിക്കുന്നത് ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന മറ്റൊരു അമേരിക്കൻ ബഹുരാഷ്ട്ര കമ്പനിയാണ്. അപ്പോ അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലെ ആശുപത്രികളെ വാങ്ങിക്കൂട്ടുന്നത് പോലെ ഇന്ത്യയിൽ വന്നിട്ട് കേരളത്തിലെ ആശുപത്രികളെ മാത്രം വാങ്ങുന്നത് എന്തുകൊണ്ടാണ് അവർ ഉത്തരേന്ത്യയിൽ പോയി ആശുപത്രികൾ വാങ്ങാത്തത്? എന്തുകൊണ്ടാണ് കേരളത്തിലെ ആശുപത്രികൾ വാങ്ങുന്നത്? അതിനുവേണ്ടി ആയിരക്കണക്കിന് കോടി രൂപ എന്തുകൊണ്ടാണ് അവർ മുടക്കുന്നത്? കാര്യം വളരെ വ്യക്തമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയും ബഹുരാഷ്ട്ര കുത്തകകളും തമ്മിൽ ഒരു കച്ചവടം ഉറപ്പിച്ചിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.